വെൽക്കം ടു ജോലിസ് കുലീന. ഇന്ന് ഞാൻ കുറച്ച് പൂ ഉണ്ടാക്കാൻ പോവുകയാണ്. വീട്ടിലുണ്ടായിരുന്ന ഒരു പഴയ ഒരു ബഞ്ച് പ്ലാസ്റ്റിക് പൂവുണ്ടായിരുന്നു. അപ്പോൾ അത് പൂവൊക്കെ പോയിട്ട് ഇപ്പോൾ വെറും ലീഫ് മാത്രമായി. അപ്പോൾ ഇതിൽ കുറച്ച് പൂ ഉണ്ടാക്കി വെക്കാനാണ് ഞാൻ പോകുന്നത്. കണ്ടോ, പൂവൊന്നുമില്ല, ഇലകൾ മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും അതിലേക്ക് ഉള്ളൻ ത്രെഡ് കൊണ്ടുള്ള പൂവ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കാം. മഞ്ഞ നിറത്തിലുള്ള ഉള്ളൻ ത്രെഡ്, പിന്നെ ഗ്രീൻ ടേപ്പ്, പിന്നെ ഒരു റെഡ് സ്കെച്ച് പെൻ, പിന്നെ ഒരു കത്രിക, പിന്നെ 1.5 ഇഞ്ച് നീളവും 3 ഇഞ്ച് വീതിയുമുള്ള ഒരു പീസ് ചെറിയ കട്ടിയുള്ളൊരു പേപ്പർ. ഇത്രയാണ് നമുക്ക് പൂവുണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇനിയിപ്പോൾ പൂവുണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളൻ ത്രെഡ് പിരുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 ഇഞ്ച് നീളമുള്ള ഭാഗത്ത് ഈ ഉള്ളൻ ത്രെഡ് ഒന്ന് ചുറ്റിയെടുക്കാം. കണ്ടോ, നിങ്ങൾക്ക് കാണാനായിട്ട് തിരിച്ച് പിടിക്കുകയാണ്. കണ്ടോ, എന്നിട്ട് 25 ചുറ്റിൽ ചുറ്റിയെടുക്കണം. 25 ചുറ്റിയെടുക്കണം ഇതിൽ. അങ്ങനെ 25 ചുറ്റിൽ ചുറ്റിയാണ്. അതിപ്പോൾ നമ്മളുടെ പൂവിൻ്റെ ആകൃതിയുടെ വലുപ്പം അനുസരിച്ച് നമുക്കിപ്പോൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഞാൻ 25 ചുറ്റാണ് ഇതിൽ ചുറ്റിയെടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പൂവാണിത്. അപ്പോൾ വീട്ടിൽ പഴയ ഫ്ലവേഴ്സിൻ്റെ ലീഫ് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെയുള്ള പൂക്കൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 25 ചുറ്റായിട്ടുണ്ട്. ഞാനത് കട്ട് ചെയ്ത് മാറ്റിയാണ്. കണ്ടോ, കട്ട് ചെയ്ത് മാറ്റി. ഇനി ഇതിൻ്റെ ഒരു വശം മുഴുവൻ ത്രെഡ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. കണ്ടോ, ഒരു വശം ത്രെഡ് ചെയ്ത് മാറ്റി. ഇനി ഇതിൻ്റെ മധ്യഭാഗം, മിഡിൽ ഭാഗം നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ആ ഭാഗം ഒന്ന് നമ്മൾ കെട്ടിയെടുക്കാം. അത് നമ്മുടെ ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് എങ്ങനെ വേണോ അത് നമുക്ക് കെട്ടിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഈ ഉള്ളൻ ത്രെഡ് കൊണ്ട് തന്നെ ഞാനത് 2-3 കെട്ട് നന്നായി ടൈറ്റായിട്ട് കെട്ടിയെടുക്കുകയാണ്. 2-3 ചുറ്റ് നന്നായിട്ട് ചുറ്റിയിട്ട് സാധാരണ കെട്ടുന്ന പോലെ 2 നോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതിൽ. നല്ല ടൈറ്റായിട്ട് വലിച്ച് കെട്ടണം. ഇത് ഏത് കളർ ത്രെഡിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. നമ്മളുടെ ഒരു ഭാവന അനുസരിച്ച് നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് ഇത് രണ്ടും മടക്കി ഒരൊറ്റ ഭാഗമാക്കി കൊണ്ടുവരണം. കണ്ടോ, ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് കത്രിക എടുത്ത് ലെവലാക്കാം. ത്രെഡെല്ലാം ഒരേ ലെവലിൽ നമുക്ക് ആക്കിയെടുക്കാം. കണ്ടോ, നമ്മൾ ത്രെഡെല്ലാം ഒരേപോലെ ആക്കിയെടുത്തു. ഇപ്പോൾ ഒരു പൂവിൻ്റെ ആകൃതി വന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇതിലെത്ര അപ്പോൾ ബാക്കി പൂക്കൾക്ക് വേണ്ടുന്ന എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെങ്ങനെയാണ് സ്റ്റെമ്മിലോട്ട് കെട്ടുന്നതെന്ന് കാണാം.
ഇതൊക്കെ കെട്ടിയ ശേഷം ഒന്നും കൂടി ലെവൽ ചെയ്യേണ്ടതുണ്ട് പൂവ്. അപ്പോൾ സ്റ്റെം എടുത്തു. ലീഫ് താഴോട്ട് മാറ്റിയിട്ട് ഈ സ്റ്റെം മാത്രം എടുക്കണം. എന്നിട്ട് ഒരു പൂവെടുത്ത് അതിലോട്ട് വെച്ച് രണ്ട് സൈഡും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ഗ്രീൻ ടേപ്പ് കൊണ്ടുവന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അത് ചുറ്റിയെടുക്കണം. നല്ലതായിട്ട് ടൈറ്റ് ചെയ്ത് തന്നെ ചുറ്റണം, അല്ലെങ്കിൽ അതിൽ നിന്ന് ഊരിപ്പോകാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് ഒരു വശം ഇങ്ങനെ പിടിച്ചിട്ട് മറ്റേ വശം നന്നായിട്ട് അതിൻ്റെ മൂട് ഭാഗം നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കാം. രണ്ട് മൂന്ന് പൂക്കൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കത് പ്രാക്ടീസ് ആവും. നല്ലതായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടണം. ഈ ഗ്രീൻ ടൈപ്പിൽ ചെറിയൊരു പശയും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ചുറ്റുമ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കും. ഇപ്പം കണ്ടോ, നന്നായിട്ട് അത് ചുറ്റിക്കഴിഞ്ഞു. ചിലപ്പോൾ നമ്മൾ ഈ കെട്ടുമ്പോൾ ഒരു പ്രാവശ്യം ചിലപ്പോൾ നീണ്ടു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ കെട്ടി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ നമ്മൾ ലെവലാക്കണം. കണ്ടോ, ഇങ്ങനെ ലെവലാക്കിയിട്ട് മുഴുവൻ സ്റ്റെമ്മിലും പൂക്കൾ വെച്ച് നമുക്ക് കെട്ടിയെടുക്കാം. ഒന്നും കൂടെ കാണിച്ചു തരാം. ഒരു സ്റ്റെം എടുത്ത് അതിലോട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ഗ്രീൻ ടേപ്പ് എടുത്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ചുറ്റിയെടുക്കാം. അങ്ങനെ രണ്ടാമത്തെ പൂവും ശരിയായി. ഗ്രീൻ ടേപ്പ് വെട്ടിയെടുത്തു. അതൊന്നും കൂടെ ചുറ്റി അതിലോട്ട് വെച്ച് ടൈറ്റ് ചെയ്ത് ഒട്ടിക്കുന്നു. ഗ്രീൻ ടേപ്പിൽ ഗം ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് അതിൽ പിടിച്ചിരിക്കും. നമ്മളൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അവസാനം. കാരണം ഈ പൂവും ലെവലല്ല. അപ്പം നമുക്ക് ഒന്നും കൂടെ ഇത് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം. അങ്ങനെ മുഴുവൻ പൂവും നമുക്കിതിലോട്ട് കെട്ടിയെടുക്കാം. ഇപ്പം ഞാൻ മുഴുവൻ പൂവും ഇതിലേക്ക് കെട്ടി വെച്ചു. കണ്ടോ, മുഴുവൻ പൂവും അതിലേക്ക് ഞാൻ വെച്ചു. ഇനിയിപ്പോൾ മൊട്ട് വെക്കണമല്ലോ. പൂ മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി മൊട്ട് വെക്കാം. മൊട്ട് വെക്കുന്നതിന് മുമ്പായിട്ട് പൂക്കളെല്ലാം ഒന്നും കൂടെ ഒന്ന് ലെവലാക്കി എടുക്കാം. ഇതിൽ കട്ട് ചെയ്യാത്ത ചില പൂക്കളുണ്ട്, അതെല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കാം. ഞാനിതിൽ 12 പൂവാണ് വെച്ചിട്ടുള്ളത്. ഒരു 2 മൊട്ട് വെക്കാനായിട്ട് 2 സ്റ്റെം മാറ്റി വെച്ചിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പൂവാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ പൂക്കളൊക്കെ ലെവൽ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിലോട്ട് മുട്ട ഉണ്ടാക്കാം. 2 സ്റ്റെം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മുട്ടിടാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഏകദേശം ഒരു 1/2 മീറ്റർ അടുപ്പിച്ച്
നൂലെടുത്തിട്ടുണ്ട്. ഈ മഞ്ഞ നൂല് തന്നെ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് നന്നായിട്ട് ചുറ്റി കൊടുക്കാം. കണ്ടോ, മേളിലോട്ട് വരുമ്പോൾ ഇച്ചിരി കട്ടിക്ക് വേണം ചുറ്റി കൊടുക്കേണ്ടത്. ഒരു 3-4 ചുറ്റ് മേൽഭാഗത്തുനിന്ന് പിന്നെ താഴോട്ട് ചുറ്റുകയാണ്. നമ്മൾ കണ്ടാലൊരു മുട്ടിൻ്റെ ഒരു ആകൃതി ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ 1-2 കെട്ട് വേണമെങ്കിൽ ഇടാം. അല്ലെങ്കിൽ നൂല് താഴോട്ട് കൊണ്ടുവന്നിട്ട് ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുക്കുകയും ചെയ്യാം. ഞാൻ 2 രീതിയിലും 2 മുട്ട് കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ 2 കെട്ട് കെട്ടിയിട്ട് ബാക്കി വരുന്ന നൂല് കട്ട് ചെയ്തിട്ട് അവിടെ ഗ്രീൻ ടേപ്പ് ഒട്ടിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തത് വേറൊന്ന് എടുത്തിട്ട് ഗ്രീൻ ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നതൊന്ന് കാണിച്ചു തരാം. ഇതും അതുപോലെ മുട്ടുണ്ടാക്കുകയാണ്. മുട്ടുണ്ടാക്കി താഴോട്ട് കൊണ്ടുവന്ന് ചുറ്റിയെടുത്ത് മുഴുവൻ ചുറ്റണം. മുഴുവൻ ചുറ്റിയെടുത്ത് ഒരു വിരൽ കൊണ്ട് നമ്മൾ അതിനൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് ടേപ്പ് എടുത്ത് ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കുക. താഴ്ഭാഗം ഒരു മുട്ടും കൂടെ അതുപോലെ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇത് ഞാൻ ആദ്യം താഴെ കെട്ടിട്ട് വിട്ട മുട്ടാണ്. അതും ഇതുപോലെ ചുറ്റിയെടുക്കാം. ഇപ്പോൾ മുഴുവൻ ബഞ്ച് പൂവ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, മുഴുവൻ ബഞ്ചും എല്ലാ സ്റ്റെമ്മിലും പൂവായി മൊട്ടായി. അപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. അത് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ ഈ പൂവിൻ്റെ മേൽഭാഗം കുറച്ചൊന്ന് ഡാർക്ക് ഷെയ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു റെഡ് കളർ സ്കെച്ച് പെൻ എടുക്കുന്നുണ്ട്. അത് വെച്ച് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ചെറുതായിട്ട് മേൽഭാഗത്ത് മാത്രം ഒരു റെഡ് കളർ വരുന്നതിന്, കുറച്ച് ഡാർക്ക് കളർ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റെഡ് കളർ ഞാൻ ഉപയോഗിച്ചത്. ഇതുപോലെ ഈ പൂക്കളുടെ അരികത്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, നിർബന്ധമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇത് കളയാൻ വെച്ചിരുന്നൊരു ബഞ്ചാണ്. പൂവില്ലായിരുന്നു, അതിൻ്റെ ലീഫ് മാത്രമുണ്ട്. അത് പൂവൊക്കെ അങ്ങ് ഇളകിപ്പോയി, കുറേ നാളായതുകൊണ്ട് പൂവൊക്കെ അങ്ങ് ഇളകിപ്പോയി. അപ്പോൾ ഞാൻ വെച്ചാൽ അതൊന്ന് രണ്ടാമതൊന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ശരിയാക്കി എടുത്തതാണ്. കണ്ടോ, ഡാർക്ക് ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ സ്കെച്ച് പെൻ കൊടുത്തത്. സ്കെച്ച് പെൻ ഉപയോഗിക്കണം എന്നില്ല, മഞ്ഞ കളറിൽ മാത്രമാണെങ്കിൽ അങ്ങനെ മതി. ഡാർക്ക് ഷെയ്ഡ് വരണമെങ്കിൽ മാത്രം എൻ്റെ അരികത്ത് ചെറുതായിട്ടൊന്ന് സ്കെച്ച് പെന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം.